ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഡിക്രൂസൺ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമിഴിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ വൻ തട്ടിപ്പിന് നമ്മളെ കയ്യോടെ പൊക്കിയിട്ടുണ്ട് ഗൈസ്. കയ്യോടെ പൊക്കിയിട്ട് അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ തട്ടിപ്പിലേക്ക് പോയി പെടാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒട്ടാകെ ഈ സംഭവം ഇതാണ് കേട്ടോ. നമുക്ക് വന്നിരിക്കുന്നത് സ്നാപ്ഡീൽ എന്നതിൻ്റെ പേരിലാണ്. സ്നാപ്ഡീൽ അല്ല ഇത് അയച്ചിരിക്കുന്നത്. സ്നാപ്ഡീൽ എന്ന പേരിൽ നമുക്ക് വ്യാജമായിട്ട് വന്നുള്ളൊരു സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഞാൻ ഈ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് ഏകദേശം അടിച്ചത് ഒരു 8 ലക്ഷം റുപ്യ നമുക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്നോ രണ്ടെന്നോ അല്ല, 8 ലക്ഷമാണ് അടിച്ചത്. ഇപ്പോൾ ഏത് പൊട്ടന്മാരായാലും ഫസ്റ്റ് തന്നെ ഒരു ഇതായി പോവും. പക്ഷെ നമുക്ക് സ്നാപ്ഡീലിൻ്റെ വഴിയിൽ ഇമെയിലായിട്ട് അങ്ങനെയൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇത് ഇങ്ങനെയോ ഒരു ഇമെയിൽ വഴി എൻ്റെ നമ്പറും എൻ്റെ അഡ്രസ്സും എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് അറിഞ്ഞില്ല. ആരോ ചോർത്താൻ ആരോ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ 8 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മെയിനായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ എല്ലാം വാങ്ങുമ്പോൾ നമ്മൾ സൈഡിൽ കൊടുത്തതിൽ കാണാൻ പറ്റും. അല്ല, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനെ എല്ലാ കോഡുകളും ഉണ്ട് ബാങ്കിൻ്റെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ബാങ്കും അവരുടെ ഇതിലാവും അതിലുള്ള തട്ടിപ്പും വാങ്ങും. പിന്നെ അവർ പറയും ഇന്നുമാതിരി 10 ലക്ഷം ട്രാൻസ്ഫർ ആക്കാൻ ഇത്ര എമൗണ്ട് വേണം, അപ്പോൾ നിങ്ങൾ അതൊന്നിട്ട് നമ്മൾ 10 ലക്ഷം കിട്ടും എന്നുള്ളൊരു മെയിനിൽ നമ്മൾ 1000 2000 കൊടുത്താലും കൊടുക്കും. അങ്ങനെയുള്ളൊരു മെയിനിലാണ് അവർ ഇതാകുക. അപ്പോൾ ആരും ഇങ്ങനത്തെ ഇതിലൊന്നും പോകരുത്. പിന്നൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഒരു ഇത് വരും, ഇങ്ങനെ ലോട്ടറി അടിച്ചു അങ്ങനെയുള്ള വ്യാജ ന്യൂസുകളിലൊക്കെ അറിയിക്കാനായിട്ട് 1930 എന്ന നമ്പറിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നമുക്ക് ആദ്യം തന്നെ വിളിക്കുമ്പോൾ ഒരു മെസ്സേജ് വരും. പക്ഷേ ആദ്യം തന്നെ വിളിച്ചത് ആ നമ്പറിലേക്കാണ്. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു 5-10 കാളൊക്കെ, ഒരു 15 കാളാണ് നമ്മൾ വിളിച്ച്. അപ്പോൾ ഇത്തിരി കാളൊക്കെ അതിൽ പറയുന്നത് ബിസിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാറ്. പിന്നെ എന്തിനാണ് നമ്പർ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എന്നുവെച്ചാൽ ലാസ്റ്റ് ഒരാൾ എടുത്തിട്ട് പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന്. ഇപ്പം ഞാൻ ഇപ്പം അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരാളൊരു പൈസയൊക്കെ പെട്ട് അത്യാവശ്യം കിടക്കുമ്പോൾ കോൾ സ്വീകരിക്കുന്നവരെല്ലാം തിരക്കിലാണ്, ദയവായി ലൈനിൽ തുടരുക. All call takers are busy. Please stay on the line. കോൾ സ്വീകരിക്കുന്നവരെല്ലാം തിരക്കിലാണ്, ദയവായി ലൈനിൽ തുടരുക. All call takers are busy. Please try again. All call takers are busy. റെസ്പോൺസ് ഇല്ലാത്ത നമ്പർ കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. അതിനേക്കാട്ടും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്. രാവിലെ തന്നെ ഒരാൾക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കേൾക്കുന്നത് അവരുടെ ഒരു വോയിസ് ആണ്. 1930 നിങ്ങൾ പലവിടെ കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ട് സംഭവം. പക്ഷെ അത് വിളിച്ചിട്ട് ഒരു കാര്യമില്ലാത്തൊരു നമ്പറൊക്കെ കൊണ്ട് വെച്ചിട്ട് എന്ത് കോപ്പിനാണ് വെച്ചിരിക്കുന്നത് അറിയില്ല. ഒട്ടിയാണ് ഇഷ്യൂഡാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് യാതൊരു രീതിയിലും സംശയം വരാത്ത രീതിയിലാണ് ഇവരുടെ തട്ടിപ്പ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്നാപ്ഡീൽ മാത്രമല്ല, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെ പല രീതിയിൽ ഇവർ തട്ടിപ്പ് നടത്തും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള ഡയറക്റ്റ് മെയിനായിട്ടുള്ള കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആവും. കാർഡ് വന്നിട്ടുണ്ട്. പേര് പറയാമോ? എന്റെ ദിൽഷാദ് മുഹമ്മദ് ദിൽഷാദ് മുഹമ്മദ് എന്ന പേരിലെ വന്നില്ല, നമ്മുടെ പേര്. മുഹമ്മദ് സാറിന്റെ പേരാണോ? ഹലോ, ക്ലിയർ ആവണില്ല. ഓൺലൈൻ ഷോപ്പിംഗ് അതില് കേൾക്കുന്നുണ്ട് പറയുന്നത്. ക്ലിയർ ഉണ്ട്. ക്ലിയറോ? കമ്പനിയിൽ നിന്ന് ഓൺലൈൻ മുഖാന്തരം ഷോപ്പിംഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഇപ്രാവശ്യം റാൻഡമായി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതില് സെലക്ടഡ് കസ്റ്റമേഴ്സിന് നമ്മൾ 10 പേർക്ക് ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് എക്യുപ്മെന്റും ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ബേസിൽ റിസീവ് ആവാൻ കാരണം. ഓക്കെ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാമോ? ഹലോ സോറി സർ, ഇതിനകത്ത് മുഹമ്മദ് സാർ, ഇതിനകത്ത് ആ കൂപ്പൺ ഇല്ലേ, കൂപ്പൺ കിട്ടി കാണുന്നുണ്ട്, സ്ക്രാച്ച് കൂപ്പൺ. കിട്ടി. ഓക്കെ, കൂപ്പൺ സ്ക്രാച്ച് ചെയ്യുമ്പോൾ പ്രൈസ് കോഡ്, കോഡ് നമ്പർ കാണാൻ പറ്റും. അത് നമുക്ക് പറയാമോ? 24 ഓക്കെ, NB ക്യാപിറ്റൽ സ്മോൾ കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ. ഓക്കെ, NB 12 1 ഹോൾഡ് ചെയ്യാമോ? ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാമോ? ഓക്കെ സാർ, ഇത് കൺവേർഷൻസിൽ ഇത് ക്യാഷ് പ്രൈസ് കാണിക്കുന്നത്.
ഒരു 8,50,000 പൈസ കൊണ്ടാണ് വന്നിരിക്കുന്നത് കൂപ്പൺ കോഡ് നമ്പർ പ്രകാരം. ഇത് എവിടെ നിന്ന് സംസാരിക്കുന്നത്? ഏത് ജില്ലയിൽ നിന്ന് സംസാരിക്കുന്നത്? പാലക്കാട്. ഓക്കെ. നമ്മൾ ഈ പ്രാവശ്യം ടോട്ടൽ 45 കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 3 പേർക്കാണ് ക്യാഷ് പ്രൈസ്. അതായത് ഒന്ന് 8,70,000 ഒരാൾക്ക്, രണ്ടാമത്തെ 5,50,000, മൂന്നാമത് 1,80,000. അങ്ങനെ 3 പേർക്ക് ക്യാഷ് പ്രൈസും ബാക്കി 42 പേർക്ക് ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് കൊടുക്കുന്നു. ഇങ്ങനെ പ്രൈസ് വരുന്നത്. ഇതിൽ വിജയമായി വെച്ചിരിക്കുന്നത്. ഓക്കെ. സോ അതനുസരിച്ച് ഇത് ക്യാഷ് പ്രൈസ് നമ്മൾ കൺഫേംഡ് ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ സാറിന് തിരിച്ച് ഇതിനൊരു 1 അവറിനുള്ളിൽ സാറുടെ വെരിഫിക്കേഷനിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിന് എന്റെ കാര്യങ്ങൾ ഞാൻ സാർ പറഞ്ഞുതരാം. ഞാൻ അവരുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ട് ചെയ്തതിനു ശേഷം സാർ തിരിച്ച് കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിലേക്ക്. ഓക്കെ ഗൈസ്, ഓഡിയോ കാര്യങ്ങളും കേട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർ നമ്മൾ 8 ലക്ഷം അടിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നാപ്ഡീലുകാർക്ക് മലയാളം കസ്റ്റമർ കെയർ ഇല്ല. അത് വേറൊരു കാര്യമാണ്. എന്നിട്ട് ഇവർ എവിടെ നിന്നാണ് മലയാളം കസ്റ്റമർ കെയർ വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായി എല്ലാവർക്കും അയച്ചു കൊടുക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ തട്ടും നമ്മൾ നിങ്ങൾക്ക് അറിയിച്ചെന്ന് മാത്രം. ഇപ്പോൾ എല്ലാവർക്കും അറിയിക്കുക. ഇപ്പോൾ കേരളത്തൊട്ടാകെ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സാധാരണമായിട്ട് വരുന്ന സംഭവമാണ്. പല രീതിയിലൊക്കെ പോയി പെട്ട് പൈസയൊക്കെ പോകുന്ന ഒരു ദിനം വരാറുണ്ട്. നമുക്ക് മനസ്സിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.